ഉച്ചയൂണം കഴിഞ്ഞ് കഥ പറയാൻ തുടങ്ങിയപ്പോഴാണ് ചക്കമണം. കാറ്റിന് ആകെപ്പാടെ പഴുത്ത ചക്കയുടെ ഒരു മണം. എന്നാൽ പിന്നെ ചക്ക ഇട്ടേക്കാം എന്നായി. ഇവിടെ പഴുത്ത ചക്കയുണ്ടെങ്കിൽ അപ്പം ഉണ്ടാക്കിയാൽ അച്ഛനൊന്നും അത്ര ഇഷ്ടമല്ല കേട്ടോ. അച്ഛന് ചക്ക കുഴയ്ക്കുന്നതാണ് ഇഷ്ടം. പ്രിയ ചേച്ചിയുള്ള സമയത്തെ ചക്ക കുഴയ്ക്കാറുള്ളൂ. എനിക്കിതെല്ലാം ബാലികേറാമലയാണ്. ഇതൊക്കെ അരിഞ്ഞു കൂട്ടി വേവിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര പാടായിട്ടുള്ള കാര്യമാണ്. പിന്നെ കുഞ്ഞിനെയും കൊണ്ട് ഇതൊന്നും പറ്റത്തുമില്ല. അങ്ങനെ ചക്ക ഇടാൻ നോക്കിയപ്പോൾ ചക്കയെല്ലാം മുകളിലാണേ. അങ്ങനെ തോട്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. തോട്ടിക്കൊരു പൊടിക്ക് നീളം കുറവുമായിരുന്നു. കസേരയൊക്കെ ഇട്ട് അതിൻ്റെ പുറത്ത് ഞാന്ന് കിടന്നാണ് പാവം പ്രിയ ചേച്ചിയും സതീഷ് ചേട്ടനും ചക്ക താഴെ എത്തിച്ചത്. നല്ല വിളഞ്ഞ ചക്ക നോക്കി കുഴയ്ക്കാനായിട്ടുള്ളത് സതീഷ് ചേട്ടൻ താഴെ ഇട്ടു. അങ്ങനെ ചക്കയെല്ലാം വീണു. ഇനി ആ ചക്ക വീണ പഴുത്ത ചക്കയുടെ ഭാഗമെല്ലാം ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോലി. പഴുത്ത ചക്ക താഴെ വീണപ്പോൾ പൊക്കിയെടുത്താൽ പിന്നെയും ഇറ്റ് താഴെ വീഴും എന്നുള്ള പരിവായതുകൊണ്ട് അവിടെ ഇരുന്ന് തന്നെ ചുളപിറക്കി എടുക്കുകയായിരുന്നേ. അങ്ങനെ ചക്കയെല്ലാം എടുത്തു കൊണ്ടുവന്നു, വെട്ടിപ്പൊളിച്ചു. ഒരിരുപ്പിൽ രണ്ടരിയിച്ചില്ല, ഒന്ന് കുഴയ്ക്കാനായിട്ടും ഒന്ന് വറക്കാനായിട്ടും. ഇത് കൂഴച്ചക്കയാണ്. കാണാൻ നല്ല സുന്ദരനാണെങ്കിലും തൊണ്ടയിൽ നിന്ന് താഴോട്ട് പഴുത്തു കഴിഞ്ഞാൽ ഇറങ്ങണമെങ്കിൽ കമ്പിട്ട് കുത്തണം. എങ്കിലും ഈ കൂഴച്ചക്ക വറക്കാൻ നമ്മൾ അങ്ങനെ എടുത്താൽ ശരിയാവത്തില്ല. അത് പെട്ടെന്ന് തന്നെ തണുത്തു പോകും. എങ്കിലും ഉണ്ണിക്കുട്ടൻ്റെ ഇഷ്ടത്തിന് വേണ്ടി അപ്പച്ചി അത് വറക്കാനായിട്ടും തയ്യാറായി. അങ്ങനെ വെട്ടി അരിഞ്ഞ് സാധനങ്ങളെല്ലാം കുക്കറിലാക്കി കുഴയ്ക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഒപ്പം തന്നെ വറക്കാനായിട്ടുള്ള പാത്രവും വെച്ചു. ചക്ക കുഴച്ച് കഴിഞ്ഞപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ചക്ക വറക്കാനായിട്ടുള്ള പരിപാടി തുടങ്ങിയത്. ചക്ക ഉപ്പേരിക്കാണ് ഉപ്പേരികളിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എന്നാണ് ഉണ്ണിക്കുട്ടനും ഞാനും പറയുന്നത്. ശരിയാണ്, ചക്ക ഉപ്പേരിക്ക് തന്നെയാണ് ഭയങ്കര ടേസ്റ്റ്. നിറം നൽകാനായിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ കലക്കിയിട്ട് ചക്ക വാരി ഇടുന്നതിനോടൊപ്പം തന്നെ ഇതും കൂടെ കുടഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ നല്ല രുചിയായ ചക്ക ഉപ്പേരി കിട്ടി. ഇനി ചക്കയപ്പം ഉണ്ടാക്കണം. അതിനുള്ള ഇല നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളത് കൊണ്ട് ഭക്ഷണയിലയെല്ലാം പറിച്ചുകൊണ്ട് വന്നു. ചക്കച്ചുളകൾ ഓരോന്നായി ക്ലീൻ ചെയ്തെടുത്തു. ഇതിൽ മധുരം ചേർത്തും മധുരം ചേർക്കാതെയുമാണ് ഉണ്ടാക്കിയത്. മധുരം ഉപയോഗിക്കുന്നവർക്ക് മധുരം ചേർത്ത് ശർക്കര ചേർത്തുണ്ടാക്കിയത്. മധുരം ഉപയോഗിക്കാത്തവർക്ക് ചക്കയുടെ മധുരം തന്നെ ധാരാളം. അങ്ങനെ ചക്കയപ്പവും റെഡിയായിട്ടുണ്ട്. അപ്പോൾ ആകെപ്പാടെ ഒരു ചക്ക മേളം തന്നെയായിരുന്നു ഇന്ന് വീട്ടിലിറങ്ങേറിയത്. ചക്ക കുഴച്ചത്, ചക്കയപ്പം, ചക്ക ഉപ്പേരി. അങ്ങനെ ചക്ക സീസൺ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ചക്ക